എല്ലാം നഷ്ടപ്പെട്ടു മുത്തശ്ശി, എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ ആദ്യം എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞതാ, ശിവാനി എന്നെ വിട്ട് അകന്ന് പോകുന്നു. ഇപ്പൊ ശിവാനി എന്നെ വിട്ട് അകന്ന് പോയി മുത്തശ്ശി. തൃശ്ശൂല് ശിവാനി എന്നിൽ നിന്ന് തട്ടിയെടുത്തു മുത്തശ്ശി, എന്നിൽ നിന്ന് തട്ടിയെടുത്തു. ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശക്തികളൊക്കെ എനിക്ക് തന്ന് എന്നെ സഹായിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ ഞാൻ നിങ്ങളുടെ ജീവൻ എടുക്കുകയല്ലേ ചെയ്ത്. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു. മുത്തശ്ശി ഭരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ കൊച്ചുമോനെ, നിന്നോട് എനിക്കൊരു സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നതാ. എന്നാൽ ഞാൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടായിരിക്കും ഇന്ന് എനിക്ക് ഈ ശിക്ഷ കിട്ടിയത്. കണ്ടില്ലേ മുത്തശ്ശിയുടെ കൊച്ചുമാരിപ്പോ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയില്ലേ? നോക്ക് മുത്തശ്ശി അപ്പൊ ഇത് തന്നെയല്ല ആഗ്രഹിച്ചത്. ഞാൻ തോക്കുന്നല്ലേ മുത്തശ്ശിക്ക് ഇഷ്ടം? ഇങ്ങനെ ഒരു പണിഷ്മെന്റ് എനിക്ക് തരണമായിരുന്നോ? ഇങ്ങനൊരു ശിക്ഷ എനിക്ക് തരണമായിരുന്നോ? ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. വെറും ഭിക്ഷക്കാരനാണ് ഞാനിപ്പോ. ഞാനിപ്പോ കരയുന്ന കാണുമ്പോ മുത്തശ്ശി സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ? എനിക്കിപ്പോ ആരും ഇല്ലാതായി. എന്നോട് എന്തെങ്കിലും പറ മുത്തശ്ശി, എന്തെങ്കിലും പറ. വരൂ ശിവാനി, നീ വരുന്നതും കാത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, ഈ നാഗലോകം മുഴുവനും ഈ ക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഓം നമഃ ശിവായ. ഗുരു, നമ്മുടെ ശിവാനി ആദിശേഷനോടൊപ്പം കല്യാണം കഴിഞ്ഞ് നാഗലോകത്തേക്ക് തിരികെ വന്നിരിക്കുകയാണ്. എന്റെ വിശ്വാസത്തിന് നീ കളങ്കം വരുത്തിയില്ല. സാധിച്ചെടുത്തു നീ ശിവാനി, സാധിച്ചെടുത്തു. അതെ ഗുരുദേവ, ശിവാനിയുടെ കഴുത്തിൽ വീണിരിക്കുന്ന ഈ മാംഗല്യം നമ്മുടെ നാഗലോകത്തിന് സംഭവിച്ച ഘോരമായ ശാപം ദൂരമാകുന്ന സൂചനയാണ് തരുന്നത്. ഈശ്വര, നിന്റെ ആശീർവാദം കൊണ്ട് നമ്മുടെ ശിവാനി മഹാകാര്യം ചെയ്തു തീർത്തിരിക്കുകയാണ്. ശിവാനി, എന്റെ മകൻ ആദിശേഷനെ നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ നാഗലോകത്തിന് സംഭവിച്ച ഘോരമായ ശാപവിമോചനത്തിന് വേണ്ടി നീ എടുത്ത ആദ്യ പടിക്കായി നിനക്കിതാ പുഷ്പാർച്ചന. ശിവാനി, എന്തിനാണ് ഈ കണ്ണുനീർ? എന്നോട് ക്ഷമിക്കൂ നാഗമാത, എന്നോട് ക്ഷമിച്ചാലും
എന്തു പറ്റി ശിവാനി? എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഒറ്റയ്ക്ക് വന്നതുകൊണ്ടാണോ നീ ക്ഷമ ചോദിക്കുന്നത് ശിവാനി? ഞാൻ അപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. ആദിശേഷൻ എവിടെ? നിന്റെ കൂടെ അവനെയും കൊണ്ടുവരാഞ്ഞതെന്താ? എന്റെ മകൻ ആദിശേഷൻ തിരികെ നാഗലോകത്തേക്ക് വരികയില്ലേ ശിവാനി? അറിയില്ല നാഗമാത. ഇതെന്താണ് ശിവാനി ഇങ്ങനെ പറയുന്നത്? ഉത്തരം പറയൂ ശിവാനി. കണ്ണീരെപ്പോഴും മൗനത്തിന്റെ ലക്ഷണമായിരിക്കും. അതിൽ നിന്നൊന്നും തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കില്ല. നിന്റെയും ആദിശേഷന്റെയും വിവാഹം കഴിഞ്ഞാലുടനെ അവനും നിന്റെ കൂടെ വരേണ്ടതല്ലായിരുന്നോ? അതിന് വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലല്ലേ? എന്താ എന്നുവെച്ചാ? ആദിശേഷന്റെ കൂടെ എന്റെ വിവാഹം നടന്നില്ല. തമാശ പറയില്ലേ ശിവാനി? ഞാനീ പറയുന്നത് സത്യമാണ് നാഗമാത. എനിക്ക് ആദിശേഷനെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ കഴുത്തിൽ ഈ താലി എങ്ങനെയാണ് വന്നത്? ഇത് ആദിശേഷൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ? അല്ല. വേറെ ആരാണത് കെട്ടിയത്? തൃശൂലാണ്. അമ്മേ, അമ്മാവ, അമ്മേ, 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 മുത്തശ്ശി, ഇവരൊക്കെ
ഇത്? എന്ത് വലിയ തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത് ശിവാനി? എങ്ങനെ? നാഗമാത, ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാം ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. നാഗലോകത്തിന്റെ വിശേഷ ശക്തി ലഭിച്ച നീ പറയേണ്ട വാക്കുകളാണോ ഇതെല്ലാം? വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം ശരിയായി തന്നെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറയുന്നു. ആദ്യമെല്ലാം ശരിയായി തന്നെയാണ് നടന്നത്. ഞാൻ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടന്നത്. എന്നാൽ താലി കെട്ടുന്ന ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ശിവാനി? അറിയില്ല നാഗമാത. ത്രിവിക്രമൻ കെട്ടേണ്ടിയിരുന്ന താലി തൃശൂലാണ് എന്റെ കഴുത്തിൽ കെട്ടിയത്. എന്റെ ഭഗവാനെ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. നിനക്ക് എല്ലാവരുടെയും ഓർമ്മ മായ്ക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും നീ എന്താണ് ആ പ്രയോഗം നടത്തിയില്ല? അതെ, നിനക്കുള്ള അപാരമായ ശക്തികൾ കൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. മന്ത്രപ്രയോഗങ്ങൾ നീ മറന്നുപോയതാണോ? അത് സത്യം പറ ശിവാനി, ഇതെല്ലാം നീ അറിയാതെ തന്നെ നടന്നതാണോ? അതോ ഭൂമിയിലെ മനുഷ്യരുടെ പെരുമാറ്റത്തിൽ നിന്ന് നാഗലോകത്തെ വഞ്ചിക്കുവാനുള്ള നിന്റെ പുറപ്പാടാണോ? നാഗമാത, ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തിട്ടും ആ സമയത്ത് എന്റെ ഒരു ശക്തി പോലും പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. തൃശൂൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഉടനെ എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല നാഗമാത. അത് തന്നെയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. തെറ്റ് ചെയ്തു നീ ശിവാനി. ഇപ്പോൾ തന്നെ ആദിശേഷനെ വിവാഹം ചെയ്ത നീ ഇപ്പോൾ വേറൊരുത്തിനെ വിവാഹം കഴിച്ച് ഈ നാഗലോകത്തിന് അപവിത്രം ചെയ്തിരിക്കുന്നു. ത്രിവിക്രം, നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? ഇങ്ങനെ കരഞ്ഞ് സമയം പാഴാക്കുന്നതിന് പകരം ഇനി എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കുക. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ നീ? നോക്കുമായെങ്കിലെ മറ്റൊരാളെ ഉപദേശിക്കാൻ വളരെ എളുപ്പ. എന്നാ അനുഭവിക്കുന്നതിന് മാത്രമേ അതിന്റെ വേദന എന്താണെന്ന് അറിയാൻ കഴിയൂ. എന്റെ ശിവാനി എനിക്ക് നഷ്ടപ്പെട്ടു. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രണയം എനിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വേദനയും പ്രയാസങ്ങളും എല്ലാം എനിക്കും നന്നായിട്ട് അറിയാം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിന്റെ പ്രേമത്തിന്റെ കഥയൊന്നും പറയാൻ നിൽക്കണ്ട. പ്രണയം നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ അതിന്റെ പെയിൻ എന്താണെന്നുള്ളത്. ത്രിവിക്രം, എന്റെ പ്രണയത്തെ പറ്റി സംസാരിക്കാനുള്ള അധികാരം നിനക്കില്ല. അതിനും മാത്രം എന്റെ പ്രണയത്തെ പറ്റി നിനക്ക് എന്തറിയാം? നിന്റെ പ്രണയം നഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. എന്റെ പ്രണയം നഷ്ടപ്പെട്ടിട്ട് 23 വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ വേദനയും പ്രയാസവും ഇപ്പോഴും എന്നിലുണ്ട്. അറിയോ നിനക്ക്? അറിയാമോന്ന്? പ്രണയം നഷ്ടപ്പെട്ടാൽ വേദനിക്കുക എന്നുള്ളത് സാധാരണയാണ് എന്ന് കരുതി കൈകെട്ടി മിണ്ടാതിരിക്കുക എന്നുള്ള തെറ്റല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ശിവാനി എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അവളെ എനിക്ക് തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടും. ഏതു വസ്തുവാണോ കളഞ്ഞു പോയത് അത് തിരിച്ചെടുക്കാനുള്ള ശക്തിയും നിനക്കുണ്ട്. എന്നുവെച്ചാ ശിവാനി എനിക്ക് തിരിച്ചു കിട്ടുന്നോ? കിട്ടിയിരിക്കും. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ശരിക്കും ആലോചിക്കുക. എന്റെ മുമ്പിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ തൃശൂലിനെ എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കണം. എന്നാലേ ശിവാനി എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ പോയി ഞാൻ അവനെ ഇല്ലാതാക്കിയിരിക്കും.
എന്നാൽ എനിക്ക് ത്രിവിക്രമന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരണമെന്നായിരുന്നു ആഗ്രഹം, തൃശൂലിന്റെ ഭാര്യയായിട്ടല്ല. ഇവൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവരെക്കാൾ കൂടുതൽ ഞാനാണ് സന്തോഷിച്ചത്. എന്നാൽ ഇവൻ വന്നത് എന്റെ ജീവിതം പൂർണ്ണമായും ഇല്ലാതാക്കാനാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നേനെ. ഇവിടുത്തെ മരുമകളായി കണ്ട് നിങ്ങൾ എന്നെ ഈ വീട്ടിലേക്ക് കയറ്റിയിരിക്കാം. എന്നാൽ എന്റെ മനസ്സിലുള്ളത് ത്രിവിക്രമൻ മാത്രമായിരിക്കും. ഞാൻ പ്രണയിക്കുന്നത് എന്റെ ത്രിവിക്രമനെ മാത്രമായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിയില്ല. ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല, ആരും എന്നോട് സംസാരിക്കുന്നേ ഇല്ല. ശിവാനിയെ ഞാൻ താലി കിട്ടിയത് എല്ലാവരുടെയും മനസ്സിൽ തെറ്റായിട്ട് തോന്നുന്നേ. പക്ഷെ ശരിക്കും എന്താ സംഭവിച്ചെന്ന് ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയല്ലോ. ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഇവിടെയുള്ളവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശിവാനി എന്നിൽ നിന്ന് അകന്നുപോയി. അവളെ എനിക്ക് കിട്ടില്ല എന്നുള്ള വിഷമത്തിൽ ഞാൻ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാ. പുറത്തിരുന്ന് കരഞ്ഞ് ഞാൻ വീണ്ടും അകത്തേക്ക് കയറാനുള്ള കാരണം സൈലൻസ്. ഇതെന്താ പെട്ടെന്നൊരു സൈലൻസ് എന്ന് കരുതി അകത്തേക്ക് പോയപ്പോ അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ ഞാൻ അവിടെ ഒരു അശരീരി കേട്ടു. എന്നോട് ശിവാനിയെ താലി കെട്ടാനും പറഞ്ഞു. ആ ശബ്ദം എന്റെ കാതിൽ കേട്ടയുടനെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. അത് മനസ്സിലാക്കുന്നതിന് മുൻപേ ശിവാനിയെ ഞാൻ താലി കെട്ടി കഴിയുകയും ചെയ്തു. ഇതൊന്നും ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല. ഇല്ല, എല്ലാവരുടെ തുറന്നു പറഞ്ഞാൽ മതിയോ?